നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 13-ന് സംസ്ഥാനത്ത് ബന്ദ്. കേരളത്തിലല്ല, അങ്ങ് കർണാടകയിലാണ്. കർണാടക മണ്ണിൽ വിജയ് കാലുകുത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് മറ്റു ചിലതായിരിക്കും. കാവേരി നദീജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിമാർ തമ്മിൽ തിങ്കളാഴ്ച നടത്താനിരുന്ന നിർണായക കൂടിക്കാഴ്ച ഉടൻ നടക്കില്ല എന്ന് ഉറപ്പായി. മുൻ നിശ്ചയിച്ച ചർച്ച റദ്ദാക്കിയതായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഔദ്യോഗികമായി അറിയിച്ചു. നിലവിൽ തമിഴ്നാടുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് അനുയോജ്യമായ സാഹചര്യമല്ല സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിങ്കളാഴ്ചത്തെ കൂടിക്കാഴ്ചയ്ക്കായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ബാംഗ്ലൂരിലേക്ക് വരേണ്ടതില്ലെന്ന് ആവശ്യപ്പെടുമെന്നും കർണാടക ഭരണകൂടം അറിയിച്ചു. നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ചർച്ച മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെക്കാമെന്ന് തമിഴ്നാട് സർക്കാരിനോട് ഔദ്യോഗികമായി അഭ്യർത്ഥിക്കാനാണ് കർണാടകയുടെ തീരുമാനം. കാവേരി വെള്ളം പങ്കുവെക്കുന്നതിനെ ചൊല്ലി തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ കന്നഡ സംഘടനകൾ നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് കൂടിക്കാഴ്ച നീട്ടിവെക്കാൻ കർണാടക സർക്കാർ നിർബന്ധിതരായത്. തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകില്ലെന്ന് പ്രഖ്യാപിക്കാതെ മുഖ്യമന്ത്രി വിജയെ ബാംഗ്ലൂരിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നും വിമാനത്താവളത്തിൽ തടയുമെന്നും വിവിധ സംഘടനകൾ പരസ്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിഷേധം ശക്തമാകുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 13-ന് കന്നഡ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി ബന്ദിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ്നാടിന് കാവേരി ജലം നൽകണമെന്ന കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കർണാടകയിൽ കർഷക ഭാഷാ സംഘടനകളുടെ പ്രതിഷേധം തെരുവിലേക്ക് പടർന്നത്. നിലവിൽ മഴ കുറവ് മൂലം തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കർണാടകയുടെ നിലപാടുണ്ട്. തമിഴ്നാടിന് കൂടുതൽ ജലം തുറന്നുവിട്ടാൽ ബാംഗ്ലൂരിൽ നഗരത്തിലെ കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങുമെന്ന ആശങ്കയും കർണാടക ഉയർത്തുന്നുണ്ട്. നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി വീണ്ടും സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. അതേസമയം പ്രതിദിനം 3500 ക്യൂസെക്സ് വീതം 15 ദിവസത്തേക്ക് തമിഴ്നാടിന് വെള്ളം തുറന്നുവിടണമെന്ന റെഗുലേഷൻ കമ്മിറ്റിയുടെ ഉത്തരവ് തമിഴ്നാടിന് വലിയ ആശ്വാസമാണ്. ഈ ഉത്തരവ് കർണാടക എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ കർശന ആവശ്യം. ഇതോടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാവേരി ജലതർക്കം വീണ്ടും വൻ രാഷ്ട്രീയ നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറുകയാണ്. കർണാടകയിലെ കുടകിൽ നിന്ന് ഉത്ഭവിച്ച തമിഴ്നാട് വൻ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന കാവേരി നദിയിലെ വെള്ളത്തിനാണ് 1990-ൽ ട്രിബ്യൂണൽ രൂപീകരിച്ചത് മുതൽ തർക്കം നിലനിൽക്കുന്നത്. മഴ കുറയുന്ന വർഷങ്ങളിൽ 2 സംസ്ഥാനങ്ങളിലെയും ആവശ്യത്തിന് തികയാതെ വെള്ളം കുറയുമ്പോഴാണ് ഈ തർക്കം പ്രക്ഷോഭങ്ങളായും നിയമ പോരാട്ടങ്ങളായും വീണ്ടും ഉയർന്നു വരുന്നത്. ജൂലൈ 23-ന് റിലീസ് ചെയ്ത ജനനായകൻ കർണാടകയിൽ ഉടനീളം ഉള്ള 75-ലധികം സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും ഏകദേശം 50 മൾട്ടിപ്ലക്സ് സ്ക്രീനുകളും ഉൾപ്പെടെ 125 മുതൽ 150 വരെ തിയേറ്ററുകളിലാണ് പ്രദർശനം ആരംഭിച്ചത്. കാവേരി പ്രതിഷേധം ശക്തമായതോടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പല തിയേറ്റർ ഉടമകളും സ്വന്തം ഇഷ്ടപ്രകാരം പ്രദർശനങ്ങൾ നിർത്തിവെച്ചു. ചില തിയേറ്ററുകളിലെ ജീവനക്കാർ പരിസരത്തുണ്ടായിരുന്ന വിജയന്റെ പോസ്റ്ററുകളും ബാനറുകളും നീക്കം ചെയ്യുകയും ചെയ്തു.